രേഖാശാസ്ത്രം, പക്ഷിശാസ്ത്രം, ജീവശാസ്ത്രം, വായുശാസ്ത്രം. അയ്യോ വായുവാന്ന് തോന്നുന്നു. എന്റെ ദൈവമേ, എത്രയോ കാലം കൊണ്ട് ഞാൻ ഈ ബസ് സ്റ്റോപ്പിന്റെ മുമ്പിൽ നിന്നിട്ട് കൈ നോക്കുവാന്നറിയാമോ? ഇന്നേ വരെ എന്റെ ജീവിതം പച്ച പിടിച്ചിട്ടില്ല. എന്റെ ഭഗവതി, ഒരു 10 പേരെ ഇങ്ങോട്ട് പറഞ്ഞു വിടുവാണെങ്കിൽ എന്റെ ജീവിതത്തിനകത്തൊരു ഉയർച്ച ഉണ്ടാവും. അയ്യോ, അങ്ങനെ ഒളിച്ചിരിക്കൊന്നും വേണ്ട, ഞാൻ കണ്ടുപിടിക്കും. മുഖം നോക്കി ലക്ഷണം പറയാനൊക്കെ എനിക്കറിയാം. പേര് സിന്ധു എന്നാണോ? ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഐശ്വര്യമുള്ള മുഖവാ, പരോപകാരിയാ. 100 ചോദിച്ചാൽ 200 കൊടുക്കും. ഒരു 500 രൂപ ദക്ഷിണ പോയി ഇല്ലയോ? ഉള്ളതുപോലെ ഞാൻ പറയത്തുള്ളൂ. ഉള്ളതാണെങ്കിൽ സത്യമെന്ന് പറയണം. കഴിഞ്ഞ മേടമാസത്തിൽ ഒരു വീട് വെച്ചായിരുന്നല്ലയോ? വെച്ചോ? വീടിന് വാനം തോണ്ടിയപ്പോ നിധി കിട്ടിയായിരുന്നല്ലയോ? ആ നിധി കൊണ്ടാണ് നിങ്ങൾ പണക്കാരായതെന്നും ആ വീട് വെച്ചതെന്ന് നാട്ടിൽ മൊത്തം ഒരു സംസാരമുണ്ട്. പക്ഷെ ഇത് ഞാൻ മുഖം നോക്കി പറഞ്ഞതല്ല. ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന വഴി ഈ കൂട്ടത്തിലുള്ള 2 പേർ അവിടെ നിന്ന് കൊതിയെന്നുണേ പറയുന്നത് ഞാൻ കേട്ടതാ. ശത്രുക്കളുണ്ട്, സൂക്ഷിക്കണം, ശത്രുക്കളുണ്ട്. ഇതോ അങ്ങേ അറ്റത്തിരിക്കുന്ന ആ മനുഷ്യനെ കണ്ടോ? എന്തോ ഒരു നല്ല കാര്യം ചെയ്യുന്നതിന് മുമ്പ് എന്നെ വിളിച്ച് ചോദിക്കും. അന്നദാനം മഹാദാനം വന്ന അല്ലയോ? കഴിഞ്ഞിടയ്ക്ക് ഒരു റെസ്റ്റോറന്റ് തുടങ്ങിയായിരുന്നു. ലോകത്തിൽ എത്രയോ വലിയ സെലിബ്രിറ്റീസ് ഉണ്ടല്ലോ ചേട്ടാ. സ്വന്തം ഉമ്മയെ കൊണ്ടാ അത് ഉദ്ഘാടനം ചെയ്യിച്ചേ. ഗുരുത്തമുണ്ട്. രക്ഷപ്പെടും കേട്ടോ. 100 രൂപ തന്നാ 200 രൂപ കൊടുക്കും. 500 രൂപ ദക്ഷിണ തരൂ. കാശ് കൊടുത്തുള്ള ഗുരുത്തം ഇല്ലെന്ന് തോന്നുന്നല്ലേ? ഗുരുത്തോ സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷെ എല്ലാം അങ്ങ് മനസ്സിൽ അടക്കി അങ്ങ് വെച്ചേക്കുവാ. സ്നേഹം കൊണ്ട് അങ്ങോട്ട് കാണിച്ചാലും മതി. ഗൂഗിൾ പേ ഉണ്ടോ? ഗൂഗിൾ പേ ഉണ്ട്. അപ്പുറത്ത് അവിടേക്ക് ഇങ്ങനെ അങ്ങ് തന്നാ മതി. അല്ല, നമ്പറിങ് ഇട്ടേര്, ഞാൻ ഗൂഗിൾ പേ അങ്ങോട്ട് തരുവോ? ഇവിടെ നിൽക്കുന്നവര് പോലും പറയുന്ന വിശ്വാസം ഇല്ലാത്തവരാണ്. ശത്രുക്കൾ ഒരുപാടുണ്ട്. എന്റെ ദൈവം, ഇത് ആരായി കിടന്ന് വിളിക്കുന്നു? ഹലോ ഹലോ, പറയൂ. ആ ചേച്ചി പറഞ്ഞതെല്ലാം പലിച്ചു. ചേച്ചി കൈ നോക്കി പറഞ്ഞതെല്ലാം ശരിയായിരുന്നു. എടാ മക്കളെ, ഈ ധനലക്ഷ്മി വെറുതെ കള്ളത്തരം പറയത്തില്ല. പറയുള്ള കാര്യം മുഖത്ത് നോക്കി തന്നെ പറയും. ഇപ്പൊ ചേച്ചി പറഞ്ഞ പോലെ ഞാൻ അമ്പലത്തിൽ തേങ്ങ ഉടക്കാൻ വന്നേക്കോ ചേച്ചി. ആ, തേങ്ങ ഉടയ്ക്കുമ്പോ നീ ഒരു കാര്യം ശ്രദ്ധിക്കണം. എന്തായിരുന്നു? 2 മുറിയായിട്ട് തന്നെ ആ തേങ്ങ ഉടയ്ക്കണം. നിർബന്ധമാണോ അത്? കുറച്ച് വെള്ളം തറയിൽ പോയാലും കുഴപ്പമില്ല. ചന്നാ പിന്നാന്ന് പൊട്ടിച്ചു വയ്ക്കരുത്. 2 മുറി. 2 മുറിയല്ലേ? നേരം ആ 2 മുറിയായിട്ട് നീ ആ വീട്ടിലോട്ട് വരണം, എന്റെ വീട്ടില്. എന്നാലേ ആ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാവും. ഉറപ്പായിട്ടും. ഓക്കെ. ഇല്ലെങ്കിൽ ചന്നാ പിന്നെ വെട്ടിക്കൊണ്ടുവരും. ഞാൻ എങ്ങനെ ചമ്മന്തി അരയ്ക്കും? ഹലോ 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 ഹലോ, എവിടെ എത്തി? ഞാൻ പള്ളിമുക്ക് ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. അറിയാലോ, 1.5 ലക്ഷം രൂപയുടെ മുതലാ കൈയിരിക്കുന്നത്. അറിയാം. അതെങ്ങാനും പോലീസിന്റെ പിടിച്ചാൽ നിന്റെ വിധി. ഒന്നും കളയാൻ പിടിക്കില്ല. അത് കളഞ്ഞിട്ട് വന്നാലും നിന്റെ വിധി. അതുകൊണ്ട് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ഓക്കെ ബോസ്. അടുത്ത ആരെങ്കിലും ഉണ്ടോ? അടുത്ത മുതുകത്ത് ടൈം ബോംബ് വെച്ചൊരു ചേച്ചി ഇപ്പൊ ഉണ്ട്. അധികം സംസാരിക്കാൻ നിൽക്കണ്ട. അഥവാ അവര് വല്ലതും ചോദിച്ചാൽ കിളി പോയ ടൈപ്പായിട്ട് അങ്ങ് സംസാരിച്ചാൽ മതി. ഞാൻ ആ പരിപാടിയൊക്കെ നിർത്തി. അതെനിക്കറിയാം. നിന്റെ കയ്യിൽ ആ ക്യാരക്ടർ ഭദ്രമാണെന്ന്. ഓക്കെ. കിളി പോയ ക്യാരക്ടർ. ചേച്ചി, ഊട്ടിക്കുള്ള ബസ് പോയായിരുന്നോ? അയ്യോ, കണ്ടില്ല മക്കളെ. പോയോന്ന് അറിയത്തില്ലടാ. എവിടെ പോകാനായിരുന്നു? ചേച്ചി, മേത്തുപ്പാളത്തേക്കുള്ള ട്രെയിൻ പോയായിരുന്നോ? കണ്ടില്ല മക്കളെ. ചേച്ചി ഇപ്പഴാ വന്നേ. ട്രെയിനിൽ കയറി എവിടെ പോകാനായിരുന്നു? ചേച്ചി, നീലഗിരി പോലെ ഹെലികോപ്റ്റർ പോയായിരുന്നോ? ഹെലികോപ്റ്ററോ? കണ്ടില്ല മക്കളെ. ചേച്ചി കണ്ടില്ല. അതെവിടെ പോകാനായിരുന്നടാ? ഇവിടെ ഒന്നാമത് ഇച്ചിരി പ്രായമുള്ള ഒരു ചേച്ചിയാ ഞാന്. അപ്പൊ കുറച്ച് ബഹുമാനമൊക്കെ ആവാം. ഇങ്ങനാന്നോ വീട്ടില് നീ കാണിക്കുന്നേ? അച്ഛനോടും എല്ലാരോടും ഇങ്ങനാന്നോ? ആന്ന് പറയടാ. മുഖലക്ഷണം മാത്രമല്ല, മുഖത്ത് നോക്കി പലതും പറയാനും എനിക്കറിയാം കേട്ടോ. അയ്യോ, ഈ ചെറുക്കൻ എന്തുവായത്? നിനക്കൊത്തിരി പ്രശ്നങ്ങളുണ്ടല്ലോ. എന്തോ നിന്റെ പ്രശ്നം? ശരിക്കും ചേച്ചി, ഒരുപാട് പ്രശ്നമുണ്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന അവസ്ഥയാ. എനിക്കിനി വീട്ടിൽ കയറാൻ പറ്റത്തില്ല. മൊത്തം അങ്ങ് കടവാ. ജോലിയില്ല, കൂലിയില്ല, ഒന്നുമില്ല. ചേച്ചിക്ക് അറിയാമോ, ഞാൻ ആഹാരം കഴിച്ചിട്ട് 1.5 ആഴ്ച. എന്നെ കണ്ടാൽ തന്നെ പറയൂലേ, അത്ര അവസ്ഥയില്ല. കടവാ. മക്കളുടെ പേരെന്തുവാ? സമ്പത്ത്. അയ്യോ, ദാരിദ്ര്യത്തിന്റെ കൊടുമുടിയിലാന്നേലും അവന്റെ പേരിന് ഒരു ഇളക്കോ സംഭവിച്ചിട്ടില്ല. ഞാൻ കൈ നോക്കി ഫലം പറയും. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നിനക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതേ കുറച്ചു മുമ്പ് പറഞ്ഞല്ലേ? അതല്ല, നിനക്ക് ഒരുപാട് ദുഃഖങ്ങളുണ്ട്. ദുഃഖം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. എടാ അതല്ല, നമ്മൾ ഇതിലോട്ട് കേറാൻ വേണ്ടിട്ട് കുറച്ച് കാര്യങ്ങൾ അതായത് ഉദാഹരണം, ഈ അനുകരിക്കുന്ന ആൾക്കാരില്ലേ, മുരളി സാറിനെയൊക്കെ അനുകരിക്കുമ്പോ അവർ ആദ്യം എന്തോ പറയുന്നത്? മിസ്റ്റർ വിശ്വം, നിങ്ങൾ അവിടെ പോകണമടോ എന്ന് പറഞ്ഞിട്ടാ തുടങ്ങുന്നേ. എന്നിട്ട് ബാക്കി പറയൂ. ജയൻ സാറിനെ അനുകരിക്കുമ്പോ അവരെന്തോ ആദ്യം പറയുന്നേ? തുടങ്ങുന്നേ. അതുപോലെ നമുക്കൊരു സ്റ്റാർട്ടിങ് വേണ്ടായോ? 999 രൂപ ദക്ഷിണ പോയി. GST കൊടുക്കണോടാ. എനിക്ക് 900 നോക്കേണ്ട ഒരു ആവശ്യം എനിക്കില്ല കേട്ടോ. ഇവിടെ കൈനോട്ടം നോക്കിട്ട് വേണം എന്റെ വീട് പുകയാനായിട്ട്. ഒരു തീപ്പെട്ട ഒരു ചിട്ട പോരെ, നിന്ന് പുകയില്ലേ? കടക്കാരി
കടക്കാരിയാ ചേട്ടാ, ഞാൻ കടക്കാരിയാടാ. ആ 2 പെങ്ങന്മാരെ അനിയത്തിമാരെ കെട്ടിക്കണോ, അച്ഛനും അമ്മയ്ക്കും സുഖമില്ല, ദാരിദ്ര്യത്തിന്റെ കൊടുമുടിയിൽ അങ്ങ് ജീവിക്കുവാ ഞാൻ. ചേച്ചിയുടെ പേരെന്തോന്ന്? ധനലക്ഷ്മി. പറ്റിയ പേര്. ഇത്ര ദാരിദ്ര്യമാണെങ്കിൽ പേരിന് ഒരു കുറവില്ല. നിന്റെ പേരിനെ കാട്ടിക്കൊള്ളാം, സമ്പത്തിനെക്കാട്ടിൽ എന്തുകൊണ്ട് ഭേദം ധനലക്ഷ്മി. ചേച്ചി പിന്നെ സത്യം പറഞ്ഞ ഞാൻ ആത്മഹത്യയെ വേണ്ടി ഇറങ്ങിയതാ. സീരിയസ് ആയിട്ട് ആത്മഹത്യ ഇറങ്ങിയത് എന്റെ ബാഗിനകത്ത് 10,000 രൂപയാണ്. ആത്മഹത്യ ചെയ്യാൻ പോകുന്നതിന് എന്തോത്തിനാണ് 10,000 രൂപ? പിന്നെ വഴിച്ചിലവില്ലേ, ബസ്സിന് പൈസ കൊടുക്കണം, ഹോട്ടൽ റൂം എടുക്കണം, അതൊക്കെ ഫ്രീ ആയിട്ട് കിട്ടും ആത്മഹത്യ പറഞ്ഞുകൊണ്ട്. പിന്നെ അച്ഛന്റെ പൈസ എടുത്ത് 5,000 രൂപയും അമ്മയുടെ അരിപ്പാട്ടിനെടുത്ത് 5,000 എടുത്ത് 10,000 എന്തെങ്കിലും അങ്ങനെ. സത്യത്തിൽ നീ ഒരു കിളി പോയവനല്ലയോ? മനസ്സിലായോ? രൂപ ഇവന്റെ കയ്യിലുണ്ടെങ്കിൽ ഇവന്റെ മുഖം നോക്കി വല്ലതും പറഞ്ഞാൽ 10 രൂപ തടയും. ചേച്ചി മുഖം നോക്കി ലക്ഷണം പറയും, കൈ നോക്കി ഫലം പറയും. ഞാൻ കൈ ഇങ്ങോട്ട് നീട്ടിക്ക്. അയ്യോ, ഓടിപ്പോന്ന് ബസ്സിന് ചാറ്റ കൊടുക്കാനല്ല, കൈ ഇങ്ങോട്ട് നീട്ട. നമുക്ക് തുടങ്ങാം. വഴിയിലിരിക്കുന്ന ബസ് സ്റ്റാൻഡിലിരിക്കുന്ന കൈനോട്ടം നോക്കുന്ന ചേച്ചിമാരോട് ഇങ്ങനെ കുന്തളിപ്പും അഹങ്കാരവും കാണിക്കരുത്. ഇങ്ങനാണോ കൈ പിടിക്കുന്നത്? ഇങ്ങനാണോ കൈ പിടിക്കുന്നത്? ഇങ്ങനെ കാണിക്കണം. ഈ മൊത്തം വരയും കുറിയാന്നല്ലോടെ. പെയിന്റ് അടിച്ച് ക്ലിയർ അടിച്ചോണ്ട് വരാം. അതല്ല ഞാൻ പറഞ്ഞത്. എടാ, നിനക്ക് മൊത്തത്തിൽ പ്രശ്നമാ. നിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നിലല്ല, നിന്റെ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങിയേക്കോ. അവിടുന്ന് വേണം പരിഹാരം. സത്യ 3 പെങ്ങന്മാർ, എനിക്ക് 3 പെങ്ങന്മാർ. ഈ പെങ്ങന്മാരെ കെട്ടിച്ച് അന്ന് മുതൽ തുടങ്ങിയ ദാരിദ്ര്യ. മൂത്ത പെങ്ങളെ കെട്ടിച്ച് വിട്ടത് ചേറ്റുവ. അളിയൻ ചേറ്റുവെന്ന് വീട്ടിൽ നിന്ന് ഇരുന്നങ്ങ് കയറ്റുക. ആർക്കോലെ കഴിക്കാൻ പറ്റുമോ? 2ാമത്തെ പെങ്ങളെ കെട്ടിച്ച് വിട്ടത് ചേപ്പാട്. ആ ചേപ്പാട് അളിയൻ വീട്ടിൽ നിന്ന് മുഴുവൻ ചാപ്പാടാ. അറിയുമ്പോ പിന്നെ കഴിക്കാൻ പറ്റുമോ? ദാരിദ്ര്യം. 3ാമത്തെ പെങ്ങളെ വിട്ടിട്ട് കോരമംഗ. അറിയാ മതി. 3 സ്ഥലപ്പേര് വെച്ചങ്ങ് കീച്ചങ്ങ് കീച്ചില്ലയോ? ചേച്ചി ഇന്ന് പിടുത്തില്ലോ പറഞ്ഞു. ഇങ്ങോട്ട് നിന്റെ കൈ കാണിച്ചു. അയ്യോ, പെൺശാപം ഉണ്ട് നിനക്ക്. പ്രണയിച്ചിട്ടുണ്ടോ? ശാപമുണ്ട്. ഒരു പെണ്ണിന്റെ ശാപമുണ്ട് എനിക്ക്. എനിക്കൊരു പെണ്ണിന് വലിയ ഇഷ്ടമായിരുന്നു ചേച്ചി, ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ ഒരുപാട് മോഹങ്ങൾ കൊടുത്തു. അവളെ വീട്ടിൽ പറയുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ എന്റെ വീട്ടിൽ പറഞ്ഞു. അച്ഛൻ സമ്മതിക്കൂല. നീ എന്താ അവളോട് പറയാതിരുന്നത്? ഈ കാര്യം അച്ഛൻ സമ്മതിക്കില്ല. കാര്യം വെച്ചാല് അച്ഛൻ പറയുന്നത് നമ്മളെ വീട്ടുകാർ ചേർന്നല്ല, നമ്മുടെ ജാതിയല്ല, നമ്മുടെ സമുദായമല്ല, എനിക്ക് കരക്കാരെ കൊത്ത് നോക്കണം, അതുകൊണ്ട് ഈ കല്യാണം നടക്കത്തില്ലെന്ന്. എന്നാലും ആ പെണ്ണിനോട് നീ പറയാഞ്ഞത് മോശമായി. അവള് തകർന്നു ചേച്ചി, അവൾക്ക് സഹിക്കാൻ പറ്റില്ല. അല്ല, അവള് ഏത് നാട്ടുകാരിയാ? ബോംബെയിലുള്ളത്. ബോംബെയിലോ? ഓ, അല്ല, അവിടെ പേരെന്തുവാ? ഐശ്വര്യ റായ്. കളിയാക്കുന്നോടോ? കളിയാക്കുന്നോ? ഇവിടെ ഞാനിത് വെറുതെ ഇരിക്കുന്നു. ഉള്ളതുപോലെ പറയണം. നീ ഞങ്ങളുടെ നാട്ടിലോട്ട് ചെന്ന് അന്വേഷിച്ച് നോക്കണം. പെരുപ്പ് സുമതി ആരാന്ന് അവര് പറഞ്ഞു തരും നിന്റെ അടുത്ത്. എന്തുവാന്നോ കൈപ്പന്തറിലോട്ട് ചെന്ന് അന്വേഷിച്ച് നോക്കും. നീ എന്റെ അടുത്ത് വെള്ളത്തിന് കാണിക്കുന്നോ? കള്ളത്തിന് കാണിക്കുന്നോ? പെരുപ്പ് സുമതി. അപ്പൊ ധനലക്ഷ്മി പറഞ്ഞതാ? അത് വീട്ടുകാരിട്ട പേരാ. അപ്പൊ ഇതാ സ്വഭാവം കണ്ട് നാട്ടുകാരിട്ട പേരാ. കുട്ടി പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. കയ്യിലാണടാ പ്രശ്നം. മുമ്പേ ഞാൻ കൈ നോക്കിയപ്പോ നിന്റെ തള്ളവരൽ ഇവിടെ ആയിരുന്നു, ഇപ്പൊ ഇപ്പുറത്തായി. ഞാൻ നേരത്തെ ഈ കൈ കാണിച്ചത്. ഇപ്പൊ കറക്റ്റായില്ലേ? അയ്യോ, മൊത്തത്തിൽ പ്രശ്നങ്ങളാടാ നിനക്ക്. സാമ്പത്തികം മൊത്തം പ്രശ്നമാ. അച്ഛനും അമ്മയൊക്കെയോ മുടിഞ്ഞ വഴക്ക ആണല്ലയോ? ഉദിച്ചാ തുടങ്ങുന്ന വഴക്ക് അസ്തമിക്കുന്നവരെ കാണും. എവരെ വഴക്കുകാരനെ നിവർത്തിയിട്ട് പറമ്പിൽ നിന്ന് പാമ്പും കീരിയുടെ കോംപ്രമൈസ് ഒന്നായി. അത്ര വഴക്കാണ് അവര്. അവസാനം വീട് ഇറങ്ങി പോയി ചേച്ചി. അമ്മയച്ഛനും വീടോട്ട് ഇറങ്ങി? ഞാൻ ഇറങ്ങിപ്പോയി. ആണോ? എല്ലാം അങ്ങ് പ്രശ്നപ്പെടാം. ഞാൻ പറഞ്ഞില്ലേ, പരിഹാരം വീട്ടിൽ നിന്നേ തുടങ്ങണം. വീടിന്റെ ദർശനം ഇത് എങ്ങോട്ടാ? കിഴക്കോട്ട്. പൊളിക്കണം മോനെ, പൊളിച്ചേ പറ്റത്തുള്ളൂ. ആ വാതില് പൊളിച്ച് തെക്കോട്ട് പോയി. പണ്ടൊരു ജോത്സ്യന്റെ അടുത്ത് പറയുന്നത് പോയപ്പോ അറിയോ, അന്ന് വാതില് പടിയാറായിരുന്നു. അങ്ങനെ വടക്കോട്ട് വെക്കാൻ പറഞ്ഞു. പിന്നെ ഒരു ജോത്സ്യന്റെ അടുത്ത് പോയപ്പോ തെക്കോട്ട് വെക്കാൻ പറഞ്ഞു. പിന്നെ ഒരു ജോത്സ്യന്റെ അടുത്ത് പോയപ്പോ കിഴക്കോട്ട് വെക്കാൻ പറഞ്ഞു. ഇപ്പൊ എന്റെ വീടെന്ന് പറഞ്ഞ അമ്യൂസ്മെന്റ് പാർക്കിലെ പ്രേത ഗുഹ പോലെയാ. എവിടെ കയറിട്ട് എവിടെ ഇറങ്ങണമെന്ന് അറിഞ്ഞുകൂടാ. അവസ്ഥ ഇനി പൊളിക്കാൻ പറയുന്നത്. ഹലോ ഹലോ. ഓ എടാ, നീ എവിടാ? ഞാൻ പള്ളിമുക്ക് ജംഗ്ഷനിൽ. എടാ, ആകെ പ്രശ്നമായി. എന്ത്? തൂഫാൻ സംഘം ഇറങ്ങിയിട്ടുണ്ട്. അവരങ്ങോട്ട് വരുന്നുണ്ട്. അവർക്ക് അവിടെ കക്കൂസൊന്നും ഇല്ലേ? എടാ, തൂഫാൻ സംഘം ഇറങ്ങി അങ്ങോട്ട് വരുന്നുണ്ട്. എത്രയും പെട്ടെന്ന് സാധനം മാറ്റിക്കോ. സാധനം മാറ്റാം. മക്കളെ ദക്ഷിണ തന്നില്ലടാ. ദക്ഷിണ തരാം. ആ ദക്ഷിണ ചേച്ചി. പിന്നെ അതാ, പിന്നെ 1 രൂപ തിരിച്ചു വേണം. 999 പറഞ്ഞേ. 1000 ഉണ്ട്. 1 രൂപ തിരിച്ചു. എന്തൊരു കഷ്ടമാന്ന് പറ ദൈവമേ. ഞാൻ ഇതിനി അവിടുന്ന് ചില്ലറ ഉണ്ടാക്കും. ആരുടെങ്കിലും കയ്യിലുണ്ടോ ചില്ലറ? ഉണ്ടോ? ചെയ്യാനാന്ന് പറ.
ഇല്ലടാ നടക്കുകയല്ല. നടക്കൂലേ? ഒരു കടയിലും ചില്ലറയില് 1 രൂപയ്ക്കൊക്കെ കയറി കെഞ്ചുന്നത് മോശമാകട്ടെ ഞാൻ ഓ പറഞ്ഞേക്കാം. നടക്കൂലേ പിന്നെ വേണ്ട കുഴപ്പമില്ല. വെച്ചോട്ടെ, ശരി ശരി. അയ്യോ ഇതാരാ? ഹലോ ഹലോ, എവിടെ നിക്കണ്? ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നു. തൂഫാന്റെ ആളിറങ്ങിയിട്ടുണ്ട്. അടുത്ത ആരെങ്കിലും നിക്കണുണ്ടോ? ഒരു കിളി പോയപ്പോ നിപ്പോ. ആ കിളി അവിടെ നിന്നോട്ടെ. സാധനം മാറ്റിക്കോ. സാധനം മാറ്റിക്കോ. പറയണ്ടേ ഇപ്പൊ മാറ്റി. ശരി എന്നാ. അയ്യോ ഞാൻ പറഞ്ഞ നിനക്ക് ഭയങ്കര കഷ്ടകാലമാണെന്ന്. ആ നീ അപ്പുറത്തെ 2 നില വീട് കണ്ടോ നീ? കണ്ടില്ല. നോക്കടാ 2 നില വീടെന്ന് പറഞ്ഞാലേ കഠിനാധ്വാനം കൊണ്ട് വെച്ചവരെ. അതെ അങ്ങോട്ട് പോയെന്ന് നോക്കിക്കേ. കഠിനാധ്വാനം കൊണ്ട്, കഠിനാധ്വാനത്തിന്റെ അങ്ങേ അറ്റത്തൂന്ന് അവര് വെച്ച് കഷ്ടപ്പെട്ട് ഈ നിലയിൽ എത്തിയവരാ. കഷ്ടപ്പെട്ട് അങ്ങനെയുള്ള കഷ്ടപ്പാടിലൂടെ നമുക്ക് ജീവിക്കാനായിട്ട് പറ്റത്തുള്ളൂ മക്കളെ. നമ്മളിങ്ങനെ കുറുക്ക് വഴിയിലൊന്നും പണം സമ്പാദിക്കരുത്. ചേച്ചി 2 നില വീടെന്ന് പറഞ്ഞില്ലേ? ഒറ്റ നിലയുള്ള 2 വീടാണല്ലോ. തെറ്റിപ്പോ 2 വീടുകൾ നിലയായിട്ടിരിക്കുന്ന 2 വീടുകൾ. അങ്ങനെ എനിക്ക് കൺഫ്യൂഷൻ ആയി. അതെ അതെ. ചേച്ചി എനിക്ക് കുറച്ചും കൂടെ എന്തൊക്കെ നോക്കണമെന്നുണ്ടായിരുന്നു. നോക്കാം ഇനിയിപ്പോ നോക്കാന്ന് വെച്ചാൽ സമയം കഴിഞ്ഞു. 3000 എടാ 3000 രൂപ തന്നാ വാങ്ങിക്കാൻ ആള് വേണ്ട ഇവിടെ. ഞാൻ ഇവിടെ ഉണ്ടല്ലോ. അല്ല മക്കള് വിട്ടോ. അല്ല എനിക്കൊരു 10 ദിവസമെങ്കിലും വളരെ ഫ്രീ ആയിട്ട് എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങണം. എനിക്കതാണ് 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10-14 വർഷത്തേക്ക് നിനക്ക് സമാധാനം കിട്ടുന്നതാ ഇനി നിന്റെ ജീവിതം എന്ന് പറയുന്നത്. ആണോ ചേച്ചി? അങ്ങനെയാണെങ്കിലേ എനിക്ക് ഒരു ജോലി ചെയ്യാതെ 3 നേരം ആഹാരം കഴിക്കാൻ പറ്റും. എടാ 3 നേരം ആഹാരം, നല്ല ജോലി എടുത്ത് അന്തസ്സായിട്ട് കൂലി, നിനക്ക് ചുറ്റും ബോഡി ഗാർഡ്. എനിക്ക് പ്രശസ്തനാവാൻ പറ്റും. പ്രശസ്തൻ എന്ന് പറഞ്ഞാൽ 14 വർഷം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ നിനക്ക് സ്വീകരണം ഉണ്ട്. ചേച്ചിയെ മറക്കരുത്, വന്ന് ചേച്ചിയെ കാണും കേട്ടോ. പോണേ ഇല്ലേ? അല്ല ചേച്ചിയെ മറക്കല്ലേ. ഹലോ സാർ, ഇവിടെ എത്തി സാർ. കുഴപ്പമില്ല സാർ. അപ്പോൾ എൻ്റെ മുന്നിൽ തന്നെ ഉണ്ട് സാർ. ഫോട്ടോ തന്ന ആൾ തന്നെയാണ് സാർ. ഇവിടെ ഉണ്ട് സാർ. ഞാൻ പൊക്കും സാർ. ഓക്കെ സാർ. ഓക്കെ. ഓടരുത്. ഓടിയാൽ ഞാൻ ഓടിച്ചിട്ട് ഞാൻ പിടിക്കും. ആരോടുന്നതിന് നമ്മളോടൊന്നും ആവശ്യമില്ലല്ലോ. ഓടല്ലേ? എന്നെ കാണുമ്പോൾ ഓടൂല്ല സാധാരണ. ഇല്ല ഇപ്പൊ ഓടില്ല. കാരണം ഇപ്പൊ നമ്മള് അങ്ങനത്തെ പരിപാടി ഇല്ല. നിന്നൊക്കെ പറ്റി വ്യക്തമായ ഇൻഫർമേഷൻ കിട്ടിയിട്ടാണ് ഞാൻ നിന്നെ തപ്പി ഇവിടെ വന്നത്. അറിയാമോ? എടാ കഴിഞ്ഞ 1.5 ആഴ്ച കാലമായിട്ട് നീ ഞങ്ങളുടെ നിരീക്ഷണത്തിലാണ്. എങ്ങനെ ഉണ്ടായിരുന്നു നിരീക്ഷിച്ചിട്ട്? കൊള്ളായിരുന്നോ? ഇവിടെ ഞാൻ ആരെന്തെങ്കിലും നിനക്ക് മനസ്സിലായടാ? മനസ്സിലായില്ല. എന്നാ നീ എഴുതി വെച്ചോ, നിന്നെ ഇന്ന് ഞാൻ പൊക്കും. നിന്റെ പിറകെ 10-14 പേരുണ്ട്. അറിയാമോ? 10-14 പേര്. നീ സാധനം സപ്ലൈ ചെയ്യുന്നതും കൊണ്ടുവരുന്നതുമായിട്ടുള്ള എല്ലാ ഫോട്ടോയും വീഡിയോയും ഞങ്ങളുടെ കയ്യിലുണ്ട്. ആരോട് ചോദിച്ചിട്ട് എടുത്ത്? എന്റെ അനുവാദമില്ല. അത് എന്റെ ഫോട്ടോയും വീഡിയോ ചോദിച്ച് എടുക്കാൻ നിങ്ങൾ ആരും അനുവാദം തന്ന്? ഞാനത് കംപ്ലൈന്റ് ചെയ്യും. മനുഷ്യ അവകാശ കംപ്ലൈന്റ് ചെയ്യാൻ എന്റെ ഫോട്ടോ എന്റെ അനുവാദം കൂടെ എടുത്തത് എന്തിന്? അല്ല അങ്ങനെയല്ല, തെളിവിന് വേണ്ടി എടുത്തു. തെളിവിന് വേണ്ടി നമ്മൾ ചോദിക്കണം. നിങ്ങൾ ഫോട്ടോ എടുത്തോട്ടെ. ചോദിച്ചില്ലല്ലോ. ഞാൻ നിങ്ങളെ ഫോട്ടോ ഇപ്പൊ എന്ത് കുഴപ്പം? നിങ്ങൾ അത് മിസ്യൂസ് ചെയ്യാൻ ഒരു കാര്യത്തിന് വേണ്ടി എടുത്തു. സമ്പത്ത് മോനെ എന്തോ പ്രശ്നം? എന്താ സാർ പ്രശ്നം? എന്തുവാ സമ്പത്ത് മോൻ? സമ്പത്ത് മോൻ ഏത്? അത് ഇതാ. ഇവന്റെ പേരെന്തെന്നറിയാമോ? ഹൈബ്രിഡ് ബ്രിട്ടോ. കൂടിയാനം വിൽക്കുന്നോണ്ട് ഇവനെ നാട്ടുകാരെ വിളിക്കുന്ന ഹൈബ്രിഡ് ബ്രിട്ടോ. പേര്. ഇവ എന്താ അവന്റെ പരിപാടി എന്നറിയാമോ? അറിഞ്ഞൂടാ ഇവിടെ കയറി സമ്പത്ത് മോനെന്ന് വിളിച്ചത്. ഇവന്റെ ജോലി എന്താണെന്നറിയാമോ? സപ്ലൈ. റേഷൻ കടയിലൊക്കെ ജോലി ചെയ്യുന്ന സപ്ലൈ ചെയ്യുന്നതിന് എന്തോ സാറ് പ്രശ്നം? ആ സപ്ലൈ അല്ല, കഞ്ചാവ് സപ്ലൈ. പഞ്ചാബിലാണോ സപ്ലൈ ചെയ്യുന്നത്? പഞ്ചാബ് സപ്ലൈ അല്ല, കഞ്ചാവ് സപ്ലൈ. ഇവൻ നീ അന്നോടെ ഈ പിള്ളേരുടെയൊക്കെ എന്റെ ദൈവമേ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരെയൊക്കെ സർക്കാർ ഒരു പുതിയ പദ്ധതി കൊണ്ടൊന്നും വല്ലതും അറിഞ്ഞായിരുന്ന? എവിടെന്ന്? ഒരാഴ്ചയായിട്ട് തൂഫാൻ സംഘം അവന്റെ പിറകെ. ഇവനെ പിടിച്ച് അകത്താക്കാനാ പുതിയ ഓർഡർ. പിടിക്കണം സാറേ. 24 മണിക്കൂറിനകത്ത് 150 കേസാണ് ഞങ്ങൾ പിടിച്ചത്. അറിയാമോ? എന്താ ആരായി തൂഫാൻ സംഘത്തിന്റെ ഭാര്യ എന്നറിയാമോ? മോഹൻലാൽ. മഞ്ജു വാര്യരല്ലേ? മഞ്ജു വാര്യർ. ഇത് മോഹൻലാലാണ് എന്റെ ഭാര്യ. അതുകൊണ്ട് സർക്കാർ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ജോലിയാണിത്. ഇവൻ അറസ്റ്റ് ചെയ്യാനാണ് ഞാൻ വന്നത്. അറിയാമോ? നിനക്ക് നാണമുണ്ടോ? ഇങ്ങനെ കൊണ്ട് നടന്ന് ഇതൊക്കെ വിൽക്കാൻ നിനക്ക് നാണമുണ്ടോ? അടമുറി കിട്ടണ്ടേ? അടമുറി തരൂലാരും. ഡെപ്പോസിറ്റ് ഭയങ്കര പൈസ. നിന്നെ നിരീക്ഷിക്കാൻ 10-14 പേരുണ്ട്. അവരിവിടെ വരും. അവരുടെ കൈനോട്ടം എനിക്ക് തരുമോ സാറേ? അതിന്റെ ഇടയിൽ അതാണ് ഇവിടുത്തെ കാര്യം. പിന്നെ പത്രക്കാർ വരും, നിന്നെ പൊക്കും. സാർ ആ പത്രക്കാരുടെ കൈനോട്ടം എനിക്ക് തരുമോ? ഞാൻ ഉള്ളതേ പറയത്തുള്ളൂ, കള്ളം പറയത്തില്ല സാർ. കൈനോട്ടം വല്ല ലഹരിയായിരുന്നു ഇവരെ പിടിച്ച് ആദ്യം അറസ്റ്റ് ചെയ്തത്. എന്നാലും പിന്നെ എന്തോ മര്യാദ വേണ്ടി. അതുകൊണ്ട് മര്യാദയ്ക്ക് എന്റെ കൂടെ വാ. അനുവാദമല്ല ഫോട്ടോ എടുത്ത് കേസ് കൊടുക്കുന്നത്. സസ്പെൻഷൻ മേടിച്ചിരിഞ്ഞേ. ഉറപ്പാണ്. ഉറപ്പാണെങ്കിൽ ഒന്ന് അറിയണമല്ലോ. എനിക്ക് നിന്റെ ബാഗ് പരിശോധിക്കും. സാറിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതെ സസ്പെൻഷൻ കിട്ടില്ല, പ്രശ്നം ഉണ്ടാവും. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സാറിന്റെ നാളെന്തോ?
പൂരം പിറന്ന പുരുഷനാ. നാളെ പൂരം കാണാം, സസ്പെൻഷൻ ആവുമല്ലോ, പിന്നെ പൂരം കണ്ട് നടക്കാമല്ലോ. കീർത്തി കേക്കും, പ്രൊമോഷൻ കിട്ടും. മനസ്സിലായില്ല. സാർ 500 രൂപ ദക്ഷിണ ബാക്കി ഞാൻ അങ്ങോട്ട് പറയാം. എനിക്കൊന്നും കേൾക്കണ്ട. എനിക്ക് പഠിക്കാൻ പോയാൽ 2 കിട്ടും. ഒന്ന് പഠിക്കാൻ പോയാ 2 കിട്ടും സാർ. എന്റെ ജാതകത്തിലുണ്ട് എനിക്ക് പ്രൊമോഷൻ ഉണ്ടെന്ന്. കിട്ടുമോ? ആ കിട്ടും. 500 രൂപ ദക്ഷിണ പോയി സാർ. ഇതിന്റെ ഇടയില് വാടാ പോവാ. എന്തിനു വരണം? വാടാ ഇങ്ങോട്ട്. തെളിവില്ലല്ലോ. തെളിവുണ്ട്. തെളിവില്ല. ഫോട്ടോ എടുത്ത തെളിവുണ്ട്. ഫോട്ടോ ഞാൻ കേസുകാരെ കൊടുക്കുന്നുണ്ട്. എനിക്ക് നിന്റെ ബാഗ് പരിശോധിക്കാം. ബാഗ് പരിശോധിക്കാം. ഒരു ആവശ്യമില്ലാതെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്റെ ബാഗ് പരിശോധിക്കാണ് കേസ്. അതിനകത്തൊന്നുമില്ല. ഞാൻ എത്ര പറഞ്ഞിട്ട് പുള്ളി കേൾക്കുന്നില്ല. ഈ ഉദ്യോഗസ്ഥൻ ഒരു പാവപ്പെട്ട യാത്രക്കാരൻ വഴിയെ നടന്നു പോകുമ്പോൾ ഒരു കാര്യമില്ലാതെ ഇങ്ങനെ ബാഗ് പരിശോധിച്ചിട്ട് വലിയ കാര്യമുണ്ട് കേസ്. നിങ്ങളൊക്കെ സാധാരണ കേസ് നോക്കൂ. പ്രാങ്കായിരുന്നു കേസ്. ഞാനും ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ഒരുമിച്ചുള്ള ഒരു എന്റെ അമ്മയുടെ പ്രാങ്കല്ലേ. ഫോൺ എന്റെ ഇരിക്കട്ടെ. അണ്ണാകുഞ്ഞിനെ ഇത് കണ്ട ചേച്ചി കണ്ടേ? ചേച്ചി കണ്ടേ? ഞാൻ സാക്ഷിയാ സാറേ. എനിക്ക് അത്ര അറിഞ്ഞു. ഞാൻ സാക്ഷിയാ. എവിടെ വന്ന് വേണേലും ഞാൻ പറയും ഇങ്ങനെയാണോ ജീവിക്കുന്നത്? നമസ്കാരം നമസ്കാരം. ബ്രിട്ടോ കിട്ടിയിട്ടുണ്ട്. ബ്രിട്ടോ കൊണ്ടുവന്ന സാധനമാണ്. ഇത് ബ്രിട്ടോ കൊണ്ടുവന്ന സാധനം. ചേച്ചി ഞാൻ സാക്ഷി. എവിടെ ഏത് കോടതിയിലും ഞാൻ പറയും ഞാനാ സാക്ഷി. എനിക്കിത് മതിയടാ. എനിക്കിത് മതി. ചേച്ചി ഞാൻ കൊണ്ടുപോകണം. പക്ഷെ എനിക്ക് മക്കളോട് ഒരു കാര്യം പറയാനുണ്ട്. ഇവരെ പോലെ മാന്യമായിട്ട് ഡ്രസ്സ് ധരിച്ചോണ്ട് വരുമ്പോ നമ്മൾ ആരെങ്കിലും അറിയൂ ഇവനൊക്കെ ഇതാ പരിപാടി? നമ്മള് കയറി അങ്ങ് മിണ്ടും. സാറിന് ഇപ്പൊ എന്നെയും കൂടി ഇപ്പൊ നാണക്കേടല്ലേ? സാറിന് ഇപ്പൊ എന്നെ ഒരു സംശയം വന്നില്ലേ? നിങ്ങൾ നമ്മളെ കൂടെ നിന്നില്ല. സാറിന് എന്നെ ഒരു സംശയം വന്നിട്ടുണ്ട്. സാറിന് സംശയം ഉണ്ട്. അല്ലെങ്കിൽ ഇയാൾ എന്റെ അടുത്ത് വന്നിരുന്നു. ഇവര് തമ്മിൽ എന്തെങ്കിലും പരിചയമുണ്ടോ? അങ്ങനെ ഒരു സംശയം സാറിന് വന്നില്ല. എന്റെ നിരപരാധ തെളിക്കേണ്ട ഉത്തരവാദിത്വം ചേച്ചി വീഡിയോ പറഞ്ഞേക്ക് നമുക്കുണ്ടല്ലോ. നമുക്ക് അതറിയാലോ. ഇവനെ ഞാൻ കൊണ്ടുപോകും. നാളെയും ഇവിടെ വന്ന് കച്ചവടം ചെയ്യേണ്ടതാ ഞാൻ. ഈ ധനലക്ഷ്മി എന്ന് പറഞ്ഞ ഉള്ളതേ പറയൂ, ഇല്ലാത്തത് പറയത്തില്ല. സാർ ഇങ്ങോട്ട് സാർ എനിക്കങ്ങനെ ആരെയും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്കങ്ങനെ ഒന്നും പേടിക്കേണ്ട ഒരു കാര്യമില്ല സാറേ. സാറ് സാധനങ്ങൾ അങ്ങോട്ട് കാണ്. എന്തോ ഇത് ഉള്ളതേ പറയൂ, ഇല്ലാത്ത പറയത്തില്ല. ഇല്ല സാറേ. എന്നോടാണോ ചോദിക്കുന്നത്? എന്തുവായത് നോക്കട്ടെ. തോപ്പിച്ചളഞ്ഞല്ലോടാ നിന്നെ. ഈ പ്രകൃതി അത് സിന്തറ്റിക്ക്. എന്തായാലും ഒരു കാര്യം സന്തോഷമായി. നിങ്ങൾ പറഞ്ഞതെല്ലാം വലിച്ചില്ലെങ്കിൽ ഒരു കാര്യം വലിച്ചു. ഒന്ന് പിടിക്കാൻ വന്നപ്പോ എനിക്ക് 2 കിട്ടി. ഉള്ളതേ പറയൂ, ഇല്ലാത്തത് പറയത്തില്ല.